വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ നമസ്കാരം. ആദ്യം തന്നെ വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഇന്നത്തെ ഈ എക്സലൻസ് അവാർഡിന് അർഹരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു കയ്യടി കൊടുക്കാം അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഏറ്റവും സന്തോഷവരായി നിൽക്കുന്നത് അവരായിരിക്കും. കാര്യം സ്കൂളിൽ നിന്ന് ഒരു നല്ല അഭിപ്രായം കേട്ടാൽ പാരൻസിന് എത്ര സന്തോഷമാവുമെന്ന് എനിക്കറിയാം. അത് വളരെ കുറച്ച് എൻ്റെ പേരൻസിന് കിട്ടിയിട്ടുള്ളൂ. അത് പെരുമാറ്റത്തിലായാലും പഠനത്തിലായാലും ആവശ്യത്തിലധികം ഞാൻ എൻ്റെ പേരൻസിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അവാർഡിന് അർഹരായ കുട്ടികൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി ഒരു വലിയ കയ്യടി. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തിനാ ഈ എനർജി സേവ് ചെയ്ത് വെച്ചിട്ട് പിശക്കില്ലാതെ കൈയടിക്കൂ. എഗെയിൻ ഈ എക്സലൻസ് അവാർഡിന് അർഹരായ കുട്ടികളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ടും കൂടെ ഒരു കയ്യടി വേണം. കാര്യം ഏറ്റവും കൂടുതൽ പ്രഷർ വരാൻ പോകുന്നത് ആ ചേട്ടനും ചേച്ചിക്കും അല്ലെങ്കിൽ ആ അനിയനും അനിയത്തിക്കുമായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള സമയം ഇനിയുണ്ട്. എന്തായാലും മിനിസ്റ്ററിന്റെ എക്സലൻസ് അവാർഡ് എല്ലാ വർഷവും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവിടെ നടക്കും എന്ന് എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ധൈര്യം കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വന്നു. പിന്നെ തീർച്ചയായിട്ടും മിനിസ്റ്ററെ പറ്റി കൂടി ഒരു വാക്ക് സംസാരിക്കണം. എനിക്ക് പ്രായം കൂടിയതാണോ അതോ ഒരു മിനിസ്റ്ററിന് പ്രായം കുറഞ്ഞു പോയതാണോ എന്നറിയില്ല. എന്നെ ആസിഫക്ക എന്ന് വിളിക്കുന്ന ഒരു മിനിസ്റ്ററിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് യുവ നേതാക്കൾ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കണമെന്നുള്ള നമ്മളുടെ എക്കാലത്തെയും ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് സ്പോർട്സ് മിനിസ്റ്ററെ നമ്മൾ കാണുന്നത്. ഇത്രയും ചെറുപ്പക്കാരനായ, ഇത്രയും എനർജറ്റിക് ആയ, ഈ നാട്ടിലെ ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമാണ്. പ്രിയപ്പെട്ട മിനിസ്റ്റർ, ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പഠിച്ചു നേടിയതോ ഒന്നുമല്ല. എൻ്റെ കർമ്മപദം, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സിനിമയാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കഴിവുണ്ടായി പഠിത്തത്തിൽ ഇത്രയും മുന്നോട്ട് നിൽക്കുന്ന, ഇത്രയും അംഗീകാരങ്ങൾ തേടി വന്ന നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളെ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിൽ വളരെ അഭിമാനത്തോടു കൂടി നിന്ന് നിങ്ങളുടെ അടുത്ത തലമുറയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം ആവേശം അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന്റെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകും. എൻ്റെ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യും. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.